എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ജോലികളുമൊക്കെ ആയിട്ട് അടുക്കളയിലോട്ട് പഴുതുപോലെ കയറിയിട്ടുണ്ട്. അപ്പം കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ കട്ടൻ കാപ്പിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസം ഇന്നലെ ചോറ് വെച്ചില്ല, കുറച്ച് ചോറ് മിച്ചമുണ്ടായിരുന്നു, തലേദിവസം വെച്ചില്ല. ചേട്ടന് കഴിക്കാനുള്ള പഴയ കഞ്ഞി വെച്ചിരുന്നു. അപ്പം ഞാനത് രാവിലെ ഫ്രഷായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നോക്കി എടുത്തു. പിന്നെ കട്ടൻ കാപ്പി ഇവിടെ എല്ലാവർക്കും മസ്റ്റാണല്ലോ. അപ്പം വെള്ളം തിളച്ചിരുമ്പോൾ ഞാൻ അതിനകത്തേക്കുള്ള പൊടിയും പഞ്ചസാരയൊക്കെ ഇടുവാണ്. ഇവിടെ ചേട്ടനും രാഹുലിനും എനിക്കും നിർബന്ധമാണ് രാവിലെ കട്ടൻ കാപ്പി. അപ്പം നാട്ടിൽ ഓരോരുത്തർ പോയിട്ട് വരുമ്പോൾ കുറേശ്ശെ മേടിപ്പിക്കും. 2-3 കിലോ ഇത് വാങ്ങിക്കും. അങ്ങനെയാണ് പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോഴും കുറച്ചൊക്കെ കൊണ്ടുവരും. പിന്നെ കട്ടൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അരി ഇടാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അരി ഇടാൻ നോക്കിയപ്പോഴത്തേന് അരി പാത്രത്തിനകത്തില്ലായിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി. വൈകുന്നേരം എടുത്തിടണമെന്ന് വിചാരിച്ചാൽ പിന്നെ അതൊന്നും ഓർത്തില്ല. പിന്നെ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ അരി 5 കിലോയുടെ പാക്കറ്റാണ് ഇവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു 5 കിലോ പാക്കറ്റ് വീതം ഞാൻ പൊട്ടിച്ചിടാറുള്ളൂ. എല്ലാ ചാക്കിലും ഒരുപോലെ ആയിരിക്കത്തില്ല അരി. ചിലപ്പം വ്യത്യാസം വരും, വേവൊക്കെ വ്യത്യാസം വരും, അതിനുള്ള ചോറിനുമൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിടത്തുള്ളൂ. അരിയൊക്കെ ഇവിടെ നല്ല വിലയാണ് കേട്ടോ. മുട്ടേരിക്കൊക്കെ നല്ല വിലയാണ്. മുട്ടേരിയാണ് ഇവിടെ മെയിനായിട്ട് വാങ്ങിക്കുന്നത്. വേറൊരു ഞാൻ വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ അരിയൊക്കെ പൊട്ടിച്ച് നമ്മൾ ബക്കറ്റിൽ കേട്ടോ. അരിയുടെ കവർ ആ വേസ്റ്റ് എൻ്റെ കൂട്ടിനകത്ത് കൊണ്ടിട്ടതിന് ശേഷം പിന്നെ ഞാൻ പാത്രം എടുത്ത് 20 അരി ഇട്ടാൽ മതി. 1 കിലോ വേകുന്ന കലമാണ്. പക്ഷേ 20 അരി ഇട്ടാൽ മതി. നമുക്കത് തന്നെ ധാരാളമാണ്. ഉച്ചക്കത്തേക്കിനും വൈകിട്ടും ചോറിനും ഇവിടെ എല്ലാവരും രാഹുലിന് മാത്രം ഒഴിച്ച് എനിക്കും ചേട്ടനൊക്കെ വൈകിട്ടും ചോറ് വേണം. ചോറ് കഴിക്കും. അപ്പോഴത്തേന് അത് മതിയാവും. പിന്നെ രാവിലെ പഴയതുള്ള ചോറുണ്ട്. അതൊന്ന് കഴിയുന്നത് കടയിലോട്ടിടാം. ഇന്നലെ മാളിപ്പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. അതൊന്നും എടുത്ത് വെച്ചില്ല. അപ്പം ഞാനതൊന്ന് എടുത്ത് നോക്കുവാണേ. മാളിൽ നിന്ന് നെസ്റ്റോയിൽ കമ്പിളി മേടിക്കാൻ പോയതാണ്. അപ്പം അവിടെ ഓഫറില്ലായിരുന്നു, അത് കാരണം തിരിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് തക്കാളി, പിന്നെ പാലക്ക് ചീരയാണ് ഇത്. പാലക്ക് ഇവിടെ ചേട്ടന് ഇഷ്ടമാണ് പരിപ്പിട്ട് വെക്കുന്നത്. പിന്നെ ഒരു 4 പേരയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നല്ലതാണോന്നും അറിയത്തില്ല. പിന്നെ ഇതേടെ കപ്പ മീൻ വാങ്ങിച്ചായിരുന്നു, മറ്റമീൻ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേവിക്കാവുന്നതാണെങ്കിൽ നല്ലതല്ലേ മുളകിട്ട കറിയുടെ കൂടെ. അതിന് വാങ്ങിച്ച ശ്രീലങ്കൻ കപ്പയാണ്. പക്ഷെ തടിയുണ്ട് അതിന് നല്ലതായിട്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ തടിയുണ്ടോ നിൽക്കുന്നത്. നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല. ചിലത് നല്ലതാണ്, അടിപൊളി കപ്പയാണ്. ചിലത് വേഗം പാടാണ്, അതാണ് പ്രശ്നം. അത് പിന്നെ ഞാൻ അങ്ങോട്ട് വെച്ചു. പിന്നെ കുറച്ച് സാധനം കൂടി ഉണ്ട്, അതുകൂടെ വേറൊരു കൂടിനകത്തുണ്ട്. വൈകിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ മടിയായിരുന്നു എടുത്ത് വെക്കാനായിട്ട്. അതാ കൂടിനകത്ത് തന്നെ അവിടെ വെച്ചിരുന്നു. പിന്നെ തേണ്ട കറിവേപ്പില അത് വേറൊരു മാളിൽ നിന്ന് മേടിച്ചാണ്. 2 സ്ഥലത്ത് ഇന്നലെ പോയത് ബ്ലാങ്കറ്റിൻ്റെ ഓഫർ ചോദിക്കാനായിട്ട്. പിന്നെ ഇത് ഏത്തപ്പഴം അന്നേരം എടുത്തപ്പം കളർ കുഴപ്പമില്ല. ഇവിടെ കൊണ്ടുപോകുന്നേണ്ട കറുത്തിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല പഴമാണ്. പിന്നെ ഇത് ഞാണിപ്പൂവിൻ്റെ പഴമാണേ. അത് ഇത്ര സാധനത്തിൽ 90 എടുത്തുണ്ട്. 5 പഴം 5-6 നാട്ടിലെ വില കേട്ടോ. ഇവിടുത്തെ ഒരു 3-4 ദിറംസ് ആയിരുന്നു. 5 പഴമുണ്ട്. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ അതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ്
ചായയൊക്കെ എടുത്ത് വെച്ച് കുടിക്കുന്നുണ്ട് ഇടയ്ക്ക്. അതിന് ശേഷം വേണ്ട ഞാൻ പേരയ്ക്കെടുത്ത് മണം തൂങ്ങണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്കയുടെ ഈ പഴുത്ത മണമേ, അടിപൊളി മണമല്ലേ. അങ്ങനത്തെ പേരയ്ക്കയുടെ മണം ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മണത്ത് നോക്കുന്നത് പേരയ്ക്കയുടെ മണമല്ലേ. പേരയ്ക്ക ഒരു നന്നായിട്ട് പഴുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു ചെനച്ച പോലെ കിട്ടുന്നില്ല, മാങ്ങയൊക്കെ ചെനച്ച പോലെ കിട്ടത്തില്ലേ, അതേ രീതിയിൽ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചായിരുന്നു, വറ്റ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണ്. കറി വെക്കാമെന്ന് വിചാരിച്ചാണ്, രാവിലെ കറി വെക്കാമെന്ന് വിചാരിച്ചാണ് വെള്ളത്തിലിടുന്നത്. പക്ഷെ നടക്കുമോയെന്ന് അറിയത്തില്ല. അപ്പം ചേട്ടനോട് ചോദിച്ചപ്പോൾ വെണ്ടയ്ക്കയുണ്ട് പപ്പാസ് വെക്കാൻ പറ്റും, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടെ നടക്കുമെന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണ്ടേ, അതിന് കുറേ സമയം എടുക്കുമല്ലോ. പീസാക്കി തരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. തൊലിയൊക്കെ പൊളിച്ച് ചിലതിൻ്റെയൊക്കെ ഈ തലയുടെ ഭാഗമൊക്കെ തൊലി പൊളിക്കാനൊക്കെ കാണും, അതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ 2-3 വെള്ളത്തിലൊക്കെ കഴുകി പിന്നെ വിനാഗിരി ഇട്ട് കഴുകണം, ഉപ്പിട്ട് കഴുകണം, അങ്ങനെ കുറേ കഴുക്കുകളൊക്കെ കിടക്കുന്ന കാരണം ഇത് താമസം എടുക്കും. ഞാൻ ഓർക്കുന്നത് നമ്മൾ എത്രയോ തവണ കഴുകിയിട്ടാണ് നമ്മൾ മീനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷേ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത്രയും തവണ നമ്മൾ കഴുകുന്ന വൃത്തിയിലൊക്കെയാണ് കഴുകിയെടുക്കുന്നത്. ആയിരിക്കത്തില്ലായിരിക്കും അല്ലേ. അവരൊക്കെ എത്ര തവണ കഴുകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിൻ്റെ ചോരമയൊക്കെ പോകുന്നിടം വരെ എല്ലാം കഴുകി വൃത്തിയാക്കിയല്ലേ എടുക്കുന്നത്. കുറേ വെള്ളത്തിൽ കഴുകിയല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്നത് വെള്ളത്തിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അതിൻ്റെ ചെകിളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പൊറുക്കി മാറ്റി. പക്ഷേ അവരുടെ കഷ്ണമായിട്ട് ഈ നമ്മുടെ കഷ്ണം മീൻ കറി വെക്കുന്ന പോലെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത്. അപ്പോൾ അത്രയും ചെറുതാക്കേണ്ട ആവശ്യമില്ല, അത് ക്യൂബായിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് തീരെ പൊടിയാക്കി. അങ്ങനെ പൊടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനൊരു സുഖമില്ല. കഷ്ണമൊക്കെ അത് 1-2 നുള്ളിനുള്ള കഷ്ണം വേണം. പക്ഷെ അത്രയും എന്നാലും കുഴപ്പമില്ലാത്ത മീനാന്ന് തോന്നിയോണ്ട് വാങ്ങിച്ചത്. വിലക്കുറവുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കറി വെക്കാൻ പറ്റുമെങ്കിൽ കറി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കറി വെക്കണം. എന്നാണെങ്കിലും വൈകിട്ട് കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അന്നേരം കറി വെക്കാൻ വൃത്തിയാക്കി എടുക്കുമല്ലേ. നമ്മുടെ മീൻ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്ത് പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. തുറന്ന് വെച്ചാണ് വഴറ്റുന്നത്, അപ്പം ആ വഴുവഴുപ്പ് മാറി കിട്ടുമല്ലോ. പിന്നെ അതിനകത്തോട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പീസ് ഒന്നും കാണാത്തവരുണ്ടൊന്ന് പോയി കണ്ടേക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കാൻ പോകണം. ഇന്ന് ഏത്തപ്പഴമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് പുഴുങ്ങാൻ പോകണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്കൊരു തോരൻ കറി കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ക്യാരറ്റ് അരിയാനായിട്ട് നമ്മുടെ ചോപ്പറിനകത്തിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോപ്പറിനകത്തിട്ട് ഈ പച്ചമുളകും ക്യാരറ്റും അതുപോലെ തന്നെ സവോളയും കൂടെ അരിഞ്ഞെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ ചോപ്പറിൻ്റെ പ്രസ് ചെയ്യുന്ന സാധനം ഒടിഞ്ഞു പോയി. കഷ്ടകാലം എന്നല്ല എന്നാ പറയുന്നത്, ധൃതി വെച്ച് ചെയ്യുന്നതിനിടയ്ക്ക് അത് ഒടിഞ്ഞും കൂടെ പോയെന്ന് ആലോചിച്ച് നോക്കി. കൈ കൊണ്ട് അരിഞ്ഞെടുക്കാനോ പറ്റുമോ അതും ഇല്ല. കുറച്ച് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടും കുറച്ചെല്ലാം വലുതായിട്ടും ഇട്ട് ഇരുന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് നോക്കി, സമയവും പോയി 6:30 പെട്ടെന്ന് ചേട്ടൻ ധൃതി വെക്കാൻ തുടങ്ങി, ഒരുങ്ങി വന്നിരിക്കുക ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു വ്യക്തി എല്ലാം കൂടി ഒന്ന് തട്ടിക്കൂട്ടി ധൃതി വെച്ച് കുറേ തേങ്ങയെല്ലാം കുറേയെല്ലാം വലിയ കഷ്ണങ്ങളാക്കി ആക്കിയിട്ടു. എന്ത് ചെയ്യാനാ. പിന്നെ അങ്ങനെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു. പോകാൻ റെഡിയായി ചേട്ടൻ പോവാണ്. പാട്ടൊക്കെ പാടിയാണല്ലോ ഇന്ന്. ബൈ, സീ യു. ഓക്കേ, ബൈ ബൈ ബൈ, സീ യു. ഫോണൊക്കെ എടുത്തോ? ഓക്കേ. രാവിലെ എല്ലാവരും പോയതിന് ശേഷം എൻ്റെ അടുക്കളയുടെ അവരും കണ്ടോ കിടക്കുന്നത്. എപ്പോഴും എൻ്റെ ചായ തിളച്ച് ചാടിപ്പോവേ. ഞാൻ അടുത്ത് നിൽക്കും, കുറേ സമയം തിളയ്ക്കുന്നിടം വരെ അടുക്ക നിന്നിട്ട് പിന്നെ ഞാൻ ഓടി വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും. അപ്പോഴത്തേക്കും സ്റ്റൗവിൽ മുഴുവൻ തിളച്ച് ചാടി കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എത്ര സമയത്തെ പണിയാണെന്നറിയോ.
പിന്നെ ഞാൻ വേണ്ട പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. മീൻ അന്ന് രാവിലെ വെള്ളത്തിയിട്ട കറി വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല. വെണ്ടയ്ക്ക മപ്പാസ് വെച്ച കാരണം സമയം കിട്ടിയില്ല. പിന്നെ ഇനിയിപ്പം മീൻകറി നമുക്ക് നോക്കാം. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ തൂത്ത് വാരണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേത്തപ്പഴം പുഴുങ്ങിയതിനകത്ത് ഒരെണ്ണം വെച്ചിരിപ്പുണ്ട്. അതിനിപ്പം വൈകുന്നേരം കഴിക്കാം എനിക്ക്. പിന്നെന്താണ്, നമ്മുടെ ക്യാരറ്റ് തോരൻ വെച്ചത് കുറച്ചിരിപ്പുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് കൂട്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ മപ്പാസും കുറച്ചിരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. ചോറൊക്കെ എടുത്തതിൻ്റെ ബാക്കി. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി കാണിക്കാം. തുടയ്ക്കണം, തൂത്തുവാരണം, കുറേ പരിപാടികളൊക്കെ അതൊക്കെ മോശമായിട്ട് കിടക്കും കേട്ടോ. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. പിന്നെ രാഹുലിൻ്റെ മുറി ഇരുട്ട്, അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അവിടെ തുണിയുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും. പിന്നെ നമ്മുടെ മുറിയൊക്കെ ഒന്ന് ശരിയാക്കണം. കുറേ പണികളൊക്കെ ഉണ്ട്. വെള്ളം തെണ്ടിട്ട് ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാ ജോലിയും ഒതുക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലേ പിന്നെ അതെല്ലാം അവിടെ കിടക്കും. അത് കാരണം ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എല്ലാം മീനെല്ലാം കഴുകി പെറുക്കിയെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉള്ള മസാലകളെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ ചട്ടിക്കകത്താണ് കടുക് വറക്കുന്നില്ല, കടുക് ഇടുന്നില്ല, ഉലുവായിട്ട് ഇടുന്നുള്ളേ. ഉലുവായിട്ടിട്ട് കറിവേപ്പിലയെല്ലാം കൂടി ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഈ മുളക് കറിക്കൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടിയും കൊച്ചുള്ളിയും ഞാൻ 2 ദിവസമൊക്കെ ഇരിക്കുന്ന കറിക്കൊന്നും ചേർക്കത്തില്ല, പെട്ടെന്ന് അഴുക്കായി പോവുകയില്ലേ. അത് അപ്പം തന്നെ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. വഴന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. ഞാൻ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അരപ്പ് തിളച്ച് വന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചെറിയ കഷ്ണങ്ങളാക്കിയെന്നുള്ളതേ ഉള്ളൂ, എന്നാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.